ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ. പ്രധാന നഗരങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം. 2 മരണം, നിരവധി പേർക്ക് പരിക്ക്. ഇറാന് നേരെ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഇറാനിലെ സൻജാൻ സൈനിക കേന്ദ്രത്തിൽ വ്യോമാക്രമണം. 5 അറബ് രാഷ്ട്രത്തലവന്മാരുമായി ഫോണിൽ സംസാരിച്ച് ട്രംപ്. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിൽ വിവാദം. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മങ്കൂട്ടത്തിലിന്റെയും വാഹനത്തിൽ നിന്ന് പെട്ടി താഴെയിറക്കി പരിശോധിച്ചു. പരിശോധന ഏകപക്ഷീയമാണെന്ന് നേതാക്കൾ. ഉദ്യോഗസ്ഥരോട് കയർത്തിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ. പെട്ടി പരിശോധന കൊണ്ടും ഭീഷണി കൊണ്ടും നിലമ്പൂരിൽ ജയിക്കാമെന്ന് കരുതേണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്ത്. CPIഎമ്മിന് പങ്കില്ലെന്ന് M സ്വരാജ്. പരിശോധന സ്വാഭാവികമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന തുടരുന്നു. മരണസംഖ്യ 274 ഉയർന്നു. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ സഹോദരൻ ഹൈദരാബാദിൽ. അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്രം. വ്യോമഗതാഗത സുരക്ഷ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേരും. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വർധന തുടരുന്നു. രോഗികളുടെ എണ്ണം 7400 24 മണിക്കൂറിനിടെ മരിച്ചത് 9 പേർ. കേരളത്തിൽ 3 മരണം. മലാപ്പറമ്പ് പെൺവാണിഭ കേസിൽ പ്രതികളായ പോലീസുകാർക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കും. സർക്കുലർ ഇറക്കുക പോലീസുകാരുൾപ്പെടെ 3 പേർക്കായി. പ്രതികളുടെ പണമിടപാടുകളും പരിശോധിക്കും. കോഴിക്കോട് സ്ത്രീകളുടെ താമസ സ്ഥലത്ത് ഒളിക്യാമറ വെച്ച സ്വകാര്യ ലാബ് നടത്തിപ്പുകാരൻ കസ്റ്റഡിയിൽ. സംഭവം കുറ്റ്യാടി അരീക്കരയിൽ. അരീക്കര സ്വദേശി അസ്ലമിനെ പിടികൂടിയത് നാട്ടുകാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കടലാക്രമണത്തിനും സാധ്യത. തിരുവനന്തപുരം പെരുമാംതുറയിൽ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. UDFന്റെ വെൽഫെയർ പാർട്ടി പിന്തുണയെ വിമർശിക്കുന്ന CPIഎം നിലപാട് രാഷ്ട്രീയ കാപട്യമെന്ന് നാസർ ഫൈസി കൂടത്തായി. LDFും ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാകുന്നില്ലെന്നും സമസ്ത നേതാവ്.